ഈ വാഹനം ഒരു പരിചയമില്ലാത്ത കുട്ടികൾക്ക് എങ്ങനെയാണ് കൊടുത്തത് അതാണ് നമുക്കറിയേണ്ടത്. വാടക വാങ്ങിച്ചുകൊണ്ട് കുട്ടികൾക്ക് കൊടുത്തതാണോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അങ്ങനെ കൊടുക്കാൻ അതിനകത്ത് നിയമപരമായി തടസ്സമില്ല. നിയമപരമായിട്ട് ഇങ്ങനെ വാഹനം വാടകയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കൊടുത്തോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ടത്. അയാൾ നിഷേധിച്ചിരിക്കുകയാണ്. വാഹനം വാടകയ്ക്കല്ല കൊടുത്തെന്നാണ് അയാൾ പറയുന്നത്. അത് കൂടുതൽ മൊഴി മറ്റുള്ളവരിൽ നിന്ന് എടുക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. വാടകയ്ക്കാണോ വാഹനം എടുത്തിരിക്കുന്നത് എന്നുള്ളത് അറിയേണ്ടതുണ്ട്. പി ഷാമിൽ ഖാൻ പറയുന്നത് ഇദ്ദേഹത്തിന് വ്യക്തിപരമായ ബന്ധത്തിൻ്റെ പുറത്ത് കൊടുത്തു എന്നാണ്. 1.5 മാസം മാത്രം ചായ കുടിക്കാൻ പോയപ്പോൾ കണ്ട് പരിചയം മാത്രമെന്നായി വിദ്യാർത്ഥികളോട്ടുള്ള പറഞ്ഞു. 1.5 മാസം മാത്രം ചായ കുടിക്കാൻ പോയപ്പോൾ ഉള്ള പരിചയം വെച്ചുകൊണ്ട് ഒരു വണ്ടി കൊടുക്കാൻ വഴിയില്ല. കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ മൊഴിയിലൊരു സംശയമുണ്ട്. ഉറപ്പായിട്ടുണ്ട്. അങ്ങനെ 1.5 മാസം മാത്രം പരിചയമുള്ള ഒരാൾക്ക് വണ്ടി കൊടുക്കാൻ സ്വാഭാവികമായി സാധ്യമല്ല. ഇയാളുടെ മൊഴിയല്ലാതെ നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ വാടകയ്ക്ക് വാഹനം കൊടുക്കുകയോ വിൽക്കുകയോ അങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്ന് അയാൾ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുന്നേ ആണെന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ വാടകയ്ക്ക് അയാൾ കൊടുക്കുന്ന ആളായിരുന്നു എന്നയാൾ തുറന്ന് സമ്മതിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കൊലക്കേസ്, ബെന്നി കൊലക്കേസിൽ ഇയാളുടെ വാഹനമാണ് അന്ന് വാടകയ്ക്ക് വിട്ടു നൽകിയതെന്ന് എന്നുള്ള കാര്യം കേൾക്കുന്നു. അയാൾ സമ്മതിക്കുന്നുണ്ട്. അതയാൾ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഇയാൾ ഇതിനു മുന്നേ വാഹനം ഇങ്ങനെ വാടകയ്ക്ക് കൊടുത്തിരുന്നു എന്നുള്ളത് തെളിയുന്നുണ്ട്. ഈ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മൊഴി കൂടി എടുക്കുന്നുണ്ട്. എന്നാലേ നമുക്കതിന് ആവശ്യമായിട്ടുള്ള തെളിവാകുന്നുള്ളൂ. കുട്ടികൾ ഇത് വാടകയ്ക്കാണ് എടുത്തിരുന്നതെന്നുള്ള ഒരു തെളിവ് കൂടി കിട്ടിയാൽ മാത്രമേ നമുക്കിത് നിയമപരമായി കോടതിയിലേക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. കാരണം ഇത് വാടകയ്ക്കാണ് കൊടുത്തിരുന്നതെന്നുള്ളത് ശക്തമായ ഒരു തെളിവ് നമുക്ക് ആവശ്യമാണ്. ഈ 55 ദിവസത്തോളം ആയിട്ടുള്ള ഈ കുട്ടികൾ ഈ വണ്ടാനത്തേക്ക് എത്തിയിട്ട് അപ്പോൾ ഈ ചെറിയൊരു പരിചയം വെച്ച് ഈ വാഹനം കൊടുക്കാനുള്ളൊരു സാധ്യത നമുക്കൊരു സ്വാഭാവിക ബുദ്ധിയിൽ കാണുന്നില്ലല്ലോ. തീർച്ചയായിട്ടും. കാരണം ഒരു 1.5 മാസത്തെ ചായ കുടിക്കാൻ വന്നപ്പോൾ കണ്ടുള്ള പരിചയമുള്ള വണ്ടി കൊടുത്തെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ലല്ലോ. തീർച്ചയായിട്ടും അത് കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ട്. കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. ഈ വാഹനത്തിൻ്റെ റെൻ്റ് കാർ പിന്നെ പെർമിറ്റും ഇല്ല. മറ്റ് എന്തൊക്കെ രേഖകൾ സമർപ്പിച്ചപ്പോഴാണ് ഇല്ലെന്ന് മനസ്സിലായിട്ടുള്ളത്? അതെ, റെൻ്റ് കാറിന് ലൈസൻസ് ഇല്ല, വാഹനത്തിന് പിന്നെ വല്ല ടാക്സി പെർമിറ്റും ഇല്ല. മറ്റ് രേഖകളൊക്കെ പരിശോധിച്ചിരുന്നു? ഇൻഷുറൻസ് തുടങ്ങിയ ഇൻഷുറൻസ് ഉണ്ട്, വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ്റെ കാലാവധിയുമാണ്, അത് പരിശോധിച്ചിട്ടുണ്ട്. ഈ റെൻ്റ് കാർ എന്ന് പറയുന്ന സംവിധാനമല്ല, റെൻ്റ് ക്യാബ് അങ്ങനെ കൊടുക്കാനായിട്ടുള്ള ലൈസൻസ് ഉള്ള ആളല്ല അയാൾ. അങ്ങനെ നിയമപരമായി റെൻ്റ് ക്യാബ് സർവീസ് നടത്താനുള്ള ചുമതലപ്പെടുത്തി ട്രാൻസ്പോർട്ട് കമ്മീഷണർ കൊടുത്ത ലൈസൻസ് ഉള്ള ആളല്ല. അത് അനധികൃതമായി നിയമവിരുദ്ധമായി അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നാണ് ആൾ പറയുന്നത്. ഇപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. നിങ്ങളുടെ മൊഴിയിൽ അങ്ങനെയാണ് പറയുന്നത്. തെളിവുകളില്ലെങ്കിൽ കോടതിയിൽ പൊളിഞ്ഞു പോകും. തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. കാരണം അയാൾ അങ്ങനെ നടത്തിയിരുന്ന ഒരാളാണ് എന്ന് പറയുന്നുണ്ടല്ലോ.